എല്ലാവർക്കും ഓണത്തിരക്കൊക്കെ തുടങ്ങിയോ? ഞാനിപ്പോൾ ചെറുതായിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ആദ്യം ചെയ്തത് നമ്മുടെ നിലവിളക്കൊക്കെ ഒന്ന് തേച്ച് വെച്ചു. അപ്പം ഈ നിലവിളക്ക് പിന്നെ കിണ്ടി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയും കുറേ കൂടെ ഉണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് വൃത്തിയാക്കിയതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതെൻ്റെ കാണിച്ചു തരുന്ന കുറച്ച് കിണ്ടിയും വിളക്കുമൊക്കെ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പൊടി വാങ്ങിച്ചു. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതാണ് ഈ പൊടി. അപ്പോൾ ഈ പൊടി എന്ന് പറയുന്നത് നിലവിളക്കും ചെമ്പ് പാത്രങ്ങളും പിത്തള പാത്രങ്ങളും സ്റ്റീലിലുണ്ടാകുന്ന തുരുമ്പ് പിന്നെ ഗ്യാസ് അടുപ്പ് ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം ഇനി എനിക്ക് വൃത്തിയാക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിളക്ക് കണ്ടോ, ഇതിൻ്റെ പേര് എന്താ സൂര്യവിളക്കെന്നോ താമര വിളക്കെന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലും ഇതൊക്കെ ഒന്ന് കറുത്ത് ക്ലാവ് പിടിച്ചതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ വിളക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതുപോലെ നിവർത്തിയെടുക്കാൻ പറ്റും. താമരപ്പൂ വിടരുന്നത് പോലെ നമുക്ക് തിരിച്ചും അത് പിന്നെ ഇതാക്കി നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊടിയും കൊണ്ടായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഇവിടെ തേക്കുന്നത്. പക്ഷേ എനിക്കത് അത്രയും കൊണ്ട് തൃപ്തിയായില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം ഇവരെങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കുക. ഇത് നല്ലെണ്ണയാണ് കേട്ടോ. വിളക്കൊക്കെ കൊളുത്താൻ നമ്മൾ എടുക്കുന്നത് നല്ലെണ്ണ. നല്ലെണ്ണ പുരട്ടിയിട്ട് വിളക്കെണ്ണ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യം എണ്ണ പുരട്ടണം, വെള്ളം പുരട്ടില്ലെന്നാണ് പറഞ്ഞത്. എണ്ണ പുരട്ടിയിട്ട് പിന്നെ ഇവരുടെ ഈ പൊടി അങ്ങോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രബ് ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കാം. അപ്പോൾ ദേ ഈ ഒരു വിളക്കും കൂടെ ഞാൻ തേച്ച് കാണിക്കാം എങ്ങനെയാണ് ഞാൻ മറ്റേ വിളക്കൊക്കെ വൃത്തിയാക്കി എടുത്തതെന്ന്. അപ്പോൾ എണ്ണ പുരട്ടിയിട്ട് ഈ പൊടി നന്നായിട്ട് അതിൽ കുറച്ചിങ്ങനെ പുരട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളം പുരട്ടല്ലേ, വെള്ളം പുരട്ടാതെ നമുക്ക് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഒരു തുണി കൊണ്ടങ്ങ് തുടച്ചെടുക്കണം. തുണി കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. കണ്ടോ, ഈ വിളക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടില്ലേ. അപ്പോൾ ഈ പൊടിയുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇതുപോലെ ആരെങ്കിലും നമുക്ക് വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവരും ഒന്നും നമ്മൾ വിശ്വസിക്കില്ലല്ലോ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയാൽ വാങ്ങിച്ചിട്ട് വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കി